അങ്ങനെ ഒരു ദളിത് ധ്രുവീകരണം ഈ ഹർത്താലുമായിട്ട് അനുബന്ധിച്ച് കേരളത്തിലത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം LDF UDF മാറി മാറി ഭരിച്ചൊരു കാലക്രമമായിരുന്നത്. ഈ കാലക്രമങ്ങൾ ഈ സമയങ്ങളിലൊന്നും ഈ മന്ത്രിസഭകളിലൊന്നും ഈ ഒരു 10-20% വരുന്ന ദളിത് പൗരന്മാർക്ക് അല്ലെങ്കിൽ ദളിത് അസോസിയേഷൻസിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ഒരു ഭരണമായിരുന്നു കേരളത്തിൽ നടന്നു വന്നിട്ടുള്ളത്. അതായത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു കൂലി സംഘടനയായിട്ട് മാത്രം ഈ ജനവിഭാഗത്തെ കൂട്ടുനിർത്തി പോസ്റ്റർ ഒട്ടിക്കാനും മരം കയറാനും ഫ്ലാഗ് കൊടി കെട്ടാനും ഒക്കെ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നൊരു ജനതയായിരുന്നു ഇവിടുത്തെ ദളിത് സമൂഹം. അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇന്ത്യയിലും ധാരാളം പണിമുടക്കുകളും ഹർത്താലുകളും ഉണ്ടായിട്ടും ഈ പാവപ്പെട്ട ജനങ്ങൾ നടത്തിയൊരു ഹർത്താലിനെ സംഘടിതമായിട്ട് അതിനെ പൊളിക്കുവാനും തകർക്കുവാനായിട്ടും ശ്രമിച്ച ഉന്നത രാഷ്ട്രീയ ശൃംഖലകളും മത സംവിധാനങ്ങളും ബാക്കിയുള്ള എല്ലാ മതേതരത്വ സംവിധാനങ്ങളും എന്ന് തന്നെ പറയാം. പറയുമ്പോൾ അവർക്കാർക്കും മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. രാഷ്ട്രീയമുണ്ട്, മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, ഗോത്രമില്ല. പക്ഷേ കഴിഞ്ഞ ഹർത്താൽ കൊണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചു. സർക്കാരിൻ്റെ ഭാഗമായിട്ട് പോലീസ് തന്നെ നടത്തിയ പല കള്ള കഥകളും ജനങ്ങൾ നടത്തിയ, അതായത് ഹർത്താൽ വിരുദ്ധരായിട്ടുള്ള ജനങ്ങൾ നടത്തിയ തെറ്റായ ആശയ പ്രചരണങ്ങളും ഒക്കെ